മക്കളെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള ഒരു തേങ്ങ അരച്ച മത്തിക്കറിയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇതേ രീതിയിൽ കറി വെച്ചാൽ നമ്മൾ ഒരിക്കൽ കറി വെച്ചാൽ പിന്നെ ഇങ്ങനെ വെക്കും. പ്രത്യേകിച്ച് പരിഞ്ഞിലുള്ള മത്തിയൊക്കെ ഇങ്ങനെ കറി വെച്ചാൽ വളരെ ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാത്ത കുട്ടികളൊക്കെ കഴിക്കും. നല്ല രുചിയാണ്. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നമ്മൾ എന്ത് പലഹാരം കഴിക്കുന്നതിൻ്റെയൊക്കെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു രുചികരമായിട്ടുള്ള ഒരു കറിയാണ്. കഴിക്കാത്തവരും ചോദിച്ച് കഴിക്കും. ഒരു തവണയെങ്കിലും വെക്കണേ മക്കളെ ഇങ്ങനെ. അപ്പോൾ അതിനായിട്ട് ഞാൻ നല്ല പരിഞ്ഞിലുള്ള നല്ല ഉണ്ട നല്ല പച്ച മത്തിയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 1 കിലോ ഉണ്ട്. ഞാൻ 1/2 കിലോയേ എടുക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് വെട്ടി തേച്ച് കഴുകി എല്ലാം നല്ല കൊണ്ടുവന്നിട്ടുണ്ട്. കട്ട് ചെയ്ത് അതിൻ്റെ അകത്തെ ബ്ലഡും എല്ലാം എടുത്ത് കളഞ്ഞ് നല്ല വൃത്തിയാക്കി നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ള ചേരുവകളാണ് ഒരു 2-3 പച്ചമുളക്, എരിവ് കുറഞ്ഞ പച്ചമുളകായിരുന്നു. പിന്നെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാളയോ ചെറിയ ഉള്ളിയോ എടുക്കാം. ഞാനിപ്പോൾ സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു നല്ല കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. അങ്ങനെ പിന്നെ ഒരു തേങ്ങ, ഒരു മീഡിയം പരുവത്തിലുള്ള തേങ്ങയുടെ ഒരു മുറി തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ ഒരു 3 കഷ്ണം പുളിയാണ്. തോട്ടുപുളി എന്ന് പറയും, വടക്കം പുളി. അപ്പോൾ ഇത് കുടംപുളി എന്നൊക്കെ പറയും. ഇത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നല്ല പുളിയുള്ള പുളിയായതുകൊണ്ട് ഇത്രയും പുളി ചേർത്താൽ മതി. അപ്പോൾ പിന്നെ ഞാനിത് മിക്സിക്കകത്ത് അരയ്ക്കാനായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്തണം. ചെറിയ ഉള്ളി എന്ന് എൻ്റെ വായി വരുന്നത്. ചെറിയ ഉള്ളിയല്ല, ഇത് സവാള ഉള്ളിയാണ്. സവാള ഉള്ളി ആയാലും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ. അപ്പോൾ നമ്മൾ ഇത് നമുക്കൊന്ന് അരയ്ക്കാനായിട്ട് ഞാൻ മിക്സിക്കകത്തേക്ക് മാറ്റുകയാണ്. എന്നിട്ട് നമ്മൾ നല്ല ഫൈൻ പേസ്റ്റാക്കി അരയ്ക്കേണ്ട കേട്ടോ. ചെറിയ തരിതരിപ്പോടുകൂടി. കാരണം എന്ന് വെച്ചാൽ അങ്ങ് വലിയ തരിയല്ല, ഒരു നല്ല പേസ്റ്റാക്കണ്ട, കുറുകിയ ചാറോടുകൂടി നമ്മൾ വെക്കാനാണ്. അപ്പം നമ്മൾ അതേ രീതിയിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. ഇച്ചിരി തരിതരിപ്പോടുകൂടി തരി ഇരിക്കണം. വലിയ അങ്ങ് മഷി പോലെ ആവണ്ട. നമ്മൾ ചട്ടി അടുപ്പയിൽ വെച്ചു. അതിനകത്ത് നമ്മൾ 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചട്ടി ചൂടായപ്പോൾ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയാണ്, ഫുൾ ഉലുവ നമ്മൾ ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ ചട്ടി ഒന്ന് തീ പുകഞ്ഞായതുകൊണ്ട് ഞാൻ ഓഫാക്കിയതുകൊണ്ട് ഞാനിപ്പം വീണ്ടും ഓൺ ചെയ്തു. അതിലേക്ക് നമ്മൾ 1/4 സ്പൂൺ ജീരകം, ഉലുവ ഇട്ട് കൊടുത്ത്, ജീരകമല്ല ഉലുവ, സോറി കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി. അപ്പോൾ അപ്പോഴത്തേനൊന്നങ്ങ് പുക കയറി കേട്ടോ. നമ്മൾ പിന്നെ കത്തിച്ചപ്പോഴേക്കും ചുവയും വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിലേക്ക് ഞാൻ നമ്മുടെ സവാള ഇട്ടു. അപ്പോൾ ഇതെല്ലാം ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷമേ ഞാൻ ഇതിനകത്തേക്ക് നമ്മൾ പിന്നെ പച്ചമുളക് ചേർക്കത്തുള്ളൂ കേട്ടോ. പച്ചമുളക് അല്ലെങ്കിൽ അങ്ങ് അലുത്ത് പോകും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണയ്ക്കകത്ത് വഴന്ന് വരണം, ക്രിസ്പി ഒന്നും ആവണ്ട കേട്ടോ. അങ്ങനെ വഴന്ന് വന്നതിന് ശേഷമേ നമ്മൾ പച്ചമുളക് ഇടുകയുള്ളൂ. ഈ സമയത്ത് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തു. അത് മൂത്തതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അരയില്ല അതിൻ്റെ താഴെ, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടി കേട്ടോ. കാശ്മീരി മുളക് പൊടി എന്നൊക്കെ പറയും, ഞങ്ങളുടെ ചരടൻ മുളകെന്ന് പറയും. ഇതങ്ങ് നന്നായിട്ടങ്ങ് മൂക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് തക്കാളി അങ്ങ് ഇട്ട് കൊടുക്കും. തക്കാളി ഇട്ട് അങ്ങ് മൂപ്പിച്ചിട്ട് നമ്മൾ സാധാരണ മുളക് കറി വെക്കുന്ന പോലെ അങ്ങ് മൂക്കണ്ട. അങ്ങനെ കരിഞ്ഞെന്ന് തോന്നുന്ന കേട്ടോ. അങ്ങനെയൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മളിനിയും പുളിയും വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ്. പുളിയും വെള്ളവും ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേന് നമ്മളതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങായും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കും. തേങ്ങാക്കൂട്ട്, തേങ്ങായും ചെറിയ ഉള്ളിയും കൂടെ അരച്ചത്. അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആ തേങ്ങായും അരച്ചതങ്ങ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഇത് വെന്ത് പറ്റി വരണമേ.
അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്തു. എന്നിട്ടിത് തിളയ്ക്കണം, നന്നായിട്ട് തിളയ്ക്കണം. ഈ സമയത്ത് ഞാൻ ആ പാത്രവും കൂടെ കഴുകി അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കറിവേപ്പില എൻ്റെ ഇടയ്ക്ക് ഇട്ടത് പറയാൻ ഞാൻ വിട്ടു കേട്ടോ. കറിവേപ്പില ഇട്ടായിരുന്നു കേട്ടോ, അത് കാണിച്ചില്ലയോ? അതോ ഉപ്പിട്ടു, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പൊക്കെ ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിപ്പോൾ തിളച്ചു, ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് അങ്ങ് മീൻ പറക്കിയിട്ട് കൊടുക്കാം. മീനെല്ലാം ഒന്ന് ആ മീനൊന്ന് ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ. മീനൊന്ന് ഇളക്കിയാലൊന്നും മത്തിയായതുകൊണ്ട് ഉടയത്തില്ല കേട്ടോ. നല്ല പച്ച മത്തിയായതുകൊണ്ട് ഉടയത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്താൽ ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ രുചിയാണ് കേട്ടോ. എല്ലാ കുട്ടികളും ഇത് കഴിക്കും, കഴിക്കാത്തവരൊക്കെ കഴിക്കും മക്കളെ. അപ്പോൾ എല്ലാവരും അമ്മയുടെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആദ്യമായിട്ട് കാണുന്ന കുഞ്ഞുങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം, ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ മക്കളെ. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം എപ്പോഴും. അപ്പം നാണ്ടേ നമ്മുടെ കറിയെല്ലാം ഇതേ രീതിയിലായിട്ടുണ്ട്. ഇനിയും നന്നായിട്ടൊന്നുകൂടെ കുറുകണം കേട്ടോ. കുറുകെങ്കിൽ ആ കറിയുടെ ആ മീനിൻ്റെ ഇതെല്ലാം സത്തെല്ലാം ഇറങ്ങി നല്ല പറ്റി കണ്ടില്ലേ, കുറുകിയ ചാറോടുകൂടി വന്നിട്ടുണ്ട് നമ്മുടെ മീൻ കറി. അപ്പോൾ ഞാൻ വീണ്ടും ഉപ്പ് നോക്കുവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ അരച്ച് വെക്കുന്ന മീൻ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിന്നെയും ഞാൻ ഉപ്പ് നോക്കുകയാണ്. അപ്പം നമ്മുടെ മീൻ ഇത് മത്തി ഉടയത്തില്ല. നമ്മളിങ്ങനെ തവിയിട്ട് ഇങ്ങനെ ഇളക്കുക. അത് നമ്മുടെ തടിത്തവിയല്ലേ. അപ്പോൾ മക്കളെ, നമ്മുടെ ഈ രുചികരമായിട്ടുള്ള ഈ തേങ്ങ അരച്ച മത്തിക്കറി മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വേണമെന്ന് വിശ്വസിക്കുന്നു മക്കളെ. ഞാൻ ലാസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റിക്കുകയാണ് കേട്ടോ. മീനൊന്നും ഉടഞ്ഞിട്ടില്ല, എല്ലാം അതേ രീതിയിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മക്കളെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും മക്കളെ എൻ്റെ നന്ദി, നമസ്കാരം.